ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു കുട്ടി ട്രിപ്സ്. അപ്പം ഞാൻ ഇന്നുള്ളത് വടക്കുംനാഥൻ്റെ മണ്ണിലാണ്, തൃശ്ശൂർ. അപ്പം തൃശ്ശൂർ അമ്പലത്തിൽ ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ വരുന്നത്. അപ്പം ഇവിടെ വന്നിട്ട് ഈ തൃശ്ശൂർ ഗ്രൗണ്ട് കണ്ട് അടിപൊളിയായിരുന്നു കേട്ടോ. ഒരുപാട് പ്രാവുകളും നമ്മൾ രാവിലെ തന്നെ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ രാവിലെ തൊട്ട് അവിടെ ഇങ്ങനെ ആൾക്കാർ വന്ന് ആ പ്രാവിനിങ്ങനെ ഫുഡ് കൊടുത്തുകൊണ്ടിരിക്കുവാണ്. ഒരാൾക്കാർ പോയി കഴിയുമ്പോൾ അടുത്ത ആളുകൾ വരുന്നുണ്ട്. അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് അതിലെന്തെങ്കിലും കാര്യമുണ്ട് ഇങ്ങനെ കൊടുക്കുന്നത്. എപ്പോഴും അങ്ങനെ കൊടുക്കുന്നതാണോ അതിൽ അമ്പലത്തിൻ്റെ എന്തെങ്കിലും ഇതാണോ എന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ, കുറേ നേരം ഇങ്ങനെ കണ്ടുകൊണ്ട് നിൽക്കാൻ വേണ്ടിയിട്ട്. അപ്പം വടക്കുംനാഥൻ്റെ ഈ ഒരു തൃശ്ശൂർ ഗ്രൗണ്ട് എന്നൊക്കെ പറയുന്നത് നമ്മൾ ഒരുപാട് സിനിമയിലും ഒക്കെ കണ്ടിട്ടുമുണ്ട്, കുറേ കേട്ടിട്ടുള്ളൊരു സ്ഥലമാണ്. അപ്പം അങ്ങനെയുള്ളൊരു സ്ഥലത്ത് വന്നതിൽ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. അപ്പം ഇതാണ് നമ്മുടെ അമ്പലം. അപ്പം അമ്പലത്തിൽ നല്ല അധികം തിരക്കൊന്നുമില്ല. നമ്മളൊരു വർക്കിംഗ് ഡേ ആണ് വന്നത്. അപ്പോൾ ഈ ഒരു അമ്പലത്തിൽ ഈ പൂരത്തിൻ്റെ സമയത്തൊക്കെ വന്നം ഇനി എപ്പോഴെങ്കിലും ഒന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. ഭയങ്കര ഒരു പീസ്ഫുൾ ആയിട്ടുള്ള നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു അമ്പലമാണ് കേട്ടോ. ഇപ്പോൾ കാണുന്ന ഈ ശാന്തതയല്ലായിരിക്കും തൃശ്ശൂർ പൂരത്തിൻ്റെ സമയത്തുനിന്ന് എന്തായാലും നമുക്കറിയാം. അപ്പം ഇവിടെയാണല്ലോ ആ തൃശ്ശൂർ പൂരം നടക്കുന്നതും അത്രയധികം ആൾക്കാർ തിങ്ങി വന്ന് നിൽക്കുന്നതും ഈ സ്ഥലത്താണല്ലോ എന്നൊക്കെ ഓർത്ത് ഞാനങ്ങനെ ഭയങ്കരമായിട്ട് ഇങ്ങനെ അതൊക്കെ വിചാരിക്കുമായിരുന്നു എന്തെങ്കിലും വരണം എന്നൊക്കെ. അങ്ങനെ നമ്മൾ അടിപൊളിയായിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് നമ്മളത് യാത്ര തുടങ്ങിക്കഴിഞ്ഞു. അപ്പം നമ്മളിതാ കുതിരാൻ ടണലിൽ കൂടെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ നമ്മൾ ഇത് പാസ് ചെയ്ത് നെക്സ്റ്റ് നമ്മുടെ ഡെസ്റ്റിനേഷൻ കൊടൈക്കനാലാണ്. അപ്പോൾ ഈ ട്രാവൽ അത്യാവശ്യം കിലോമീറ്റേഴ്സ് ആൻഡ് കിലോമീറ്റേഴ്സ് അങ്ങനെ കണ്ടിന്യൂസ് ട്രാവൽ ചെയ്യേണ്ട ഒരു സ്ഥലമായിരുന്നു നമ്മൾ ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇത് വണ്ടി എടുത്തിട്ട് ഫാമിലി ആയിട്ട് പോകുന്ന ഫസ്റ്റ് ട്രിപ്പാണ്. കുറച്ച് ദൂരം കൂടുതലാണെന്നറിയാം, പക്ഷേ ഐ വോണ്ടഡ് ടു ടേക്ക് ദം. അവരിതുവരെ പോവാത്തൊരു സ്ഥലത്ത് കൊണ്ടുപോകുന്നുണ്ടായിരുന്നു. അതാണ് നമ്മളിപ്പോൾ കൊടൈക്കനാലിൽ വന്നിട്ടുള്ളത്. ഇതാണ് നമ്മുടെ ഫസ്റ്റ് സ്പോട്ടായിട്ടുള്ള സിൽവർ കാസ്കേഡ് ഫോൾസ്. ഒരു ചെറിയ ഫോൾസ് എന്ന് പറഞ്ഞാൽ ചെറുതായിട്ട് ഇപ്പോൾ വെള്ളം ഉള്ളതുകൊണ്ട് ചെറിയ രീതിയിൽ വെള്ളമുള്ളൂ, പക്ഷേ അത് ആക്ച്വലി കുറച്ച് ഹൈറ്റ് ഉള്ള ഒരു ഫോൾസ് ആയിരുന്നു. ഇത് നമ്മൾ കൊടൈക്കനാൽ ഗാർഡ് സെക്ഷൻ കയറി വരുമ്പോൾ തന്നെ ഉള്ള സ്ഥലമാണ്. അടുത്തത് കോക്കേഴ്സ് വാലി എന്ന് പറയുന്ന സ്ഥലത്തോട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത്. ഇത് ഈവനിങ് ഒരു 4 o'clock ക്ലോസ് ചെയ്യുന്നൊരു പ്ലേസ് ആണ്. ബിക്കോസ് നല്ല അടിപൊളി വ്യൂ പോയിന്റ് ആണ്. കുറച്ച് ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു സ്ഥലമൊക്കെയാണ് ഇത്. നമ്മൾ കുറേ ദൂരം ഇങ്ങനെ നടന്ന് പോയി കാണാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്. അടിപൊളി നാച്ചുറൽ ബ്യൂട്ടി കാണാൻ പറ്റുന്ന ഒരു വ്യൂ പോയിന്റ് ആണ് കേട്ടോ. അവിടെ കുറേ പണികളൊക്കെ നടക്കുന്നുണ്ട്. കുറേ സൈഡ് നമ്മൾ നടക്കുന്ന സൈഡൊക്കെ ഇങ്ങനെ പൊട്ടിയൊക്കെ ഇരിക്കണം, എന്നാലും നമുക്ക് കെയർഫുള്ളായിട്ടൊക്കെ ഇങ്ങനെ നടന്ന് പോകാൻ പറ്റും. പക്ഷെ വ്യൂ നിങ്ങൾ നോക്കണം, അടിപൊളി. സൺലൈറ്റിൻ്റെ ഷെയ്ഡ്സ് ഒക്കെ ഇങ്ങനെ ശരിക്കും ക്ലൗഡ്സിൻ്റെ ഷെയ്ഡ്സും ഒക്കെ നന്നായിട്ട് കാണാൻ പറ്റുന്ന അടിപൊളി വ്യൂ പോയിന്റ് ആയിരുന്നു അത്. അങ്ങനെ നമ്മൾ നടന്ന് അതിൻ്റെ എൻഡിലെത്തി കഴിയുമ്പോഴേക്കും ഈ ഒരു അടിപൊളി വ്യൂ ആണ് കേട്ടോ. കുറേ മഞ്ഞൊക്കെ മൂടി തുടങ്ങി കഴിഞ്ഞു. അപ്പോഴാണ് അവിടെ ഒരു വാച്ച് ടവർ ഉണ്ട്. നമുക്ക് അവിടെ പോയിട്ട് ആ ഒരു ബൈനോക്കുലർ പോലത്തെ സംഭവങ്ങളിൽ കൂടെ എല്ലാം നമുക്ക് നോക്കാൻ പറ്റും. അപ്പം അത് പപ്പ ഒന്ന് ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ ജസ്റ്റ് എല്ലാവർക്കും കാണുന്നില്ല, അങ്ങനെ കാണുന്നൊരു ബ്യൂട്ടി ആണല്ലോ നല്ലതെന്നൊക്കെ വിചാരിച്ച് നമ്മൾ അതൊന്നും നോക്കാൻ പറ്റില്ല. പക്ഷെ പപ്പ പറഞ്ഞ അടിപൊളിയായിരുന്നു. ജസ്റ്റ് നമുക്ക് ആ ദൂരെയുള്ള സ്ഥലം, നമ്മൾ വന്ന വഴിയിലുള്ള സ്ഥലങ്ങളും ദൂരെയുള്ള ഓരോ പള്ളീൻ്റെ ആ കുരിശും ഒക്കെ അവർ നന്നായിട്ട് സൂം ചെയ്ത് എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. നമ്മൾ ജസ്റ്റ് ഒന്ന് പോയിട്ട് അതിൽ കൂടെ ഒന്ന് നോക്കിയാൽ മാത്രം മതി. പക്ഷെ ഒത്തിരി ദൂരെയുള്ള സ്ഥലങ്ങളൊക്കെ നല്ല അടിപൊളി ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു അതിൽ. നമ്മൾ ഇത്രയും ട്രാവൽ ചെയ്തിട്ടാണ് ഇവിടെ വന്നിട്ടുണ്ടെങ്കിലും ഈ ഒരു അടിപൊളി വ്യൂ പോയിന്റ് ആ ഒരു ഈവനിങ് ടൈമിൽ അവിടെ ഇരുന്ന് നമ്മൾ ആസ്വദിച്ചപ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമായി. അങ്ങനെ നമ്മളിത് ആ റൂമിലോട്ട് വന്നു. ഇതൊരു റിസോർട്ടാണ്. നമ്മൾ ഈ ഒരു റിസോർട്ടിലാണ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. നല്ല അടിപൊളി റിസോർട്ടായിരുന്നു. നിങ്ങളിപ്പോൾ നോക്ക്, ഏറ്റവും എക്സൈറ്റിംഗ് ആയിട്ട് എനിക്ക് ഈ സംഭവമാണ്. ഈ ഒരു ഫോണ് പണ്ട് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. ഇതിലിങ്ങനെ കറക്കുന്ന ആ ഒരു സംഭവമൊക്കെ വീണ്ടും അത് വർക്ക് ചെയ്യുന്ന ഫോണാണ്. നമുക്ക് അത് അവരുടെ റിസപ്ഷനിലോട്ട് മാത്രമേ വിളിക്കാൻ പറ്റുള്ളൂ.
എന്നാലും ആ ഫോൺ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. പിന്നെ ആ ഒരു ഹോട്ടലാണെങ്കിലും നമ്മൾ കൊടൈക്കനാൽ ഇതുപോലെ ഹൈ റേഞ്ച് ആയിട്ടുള്ള സ്ഥലങ്ങളിലെ വീടിൻ്റെ ആ ഒരു കൺസ്ട്രക്ഷൻ മോഡിലൊക്കെയാണ് ഫുള്ളുള്ളത്. അത് നമ്മൾ ചില ഫിലിമിലൊക്കെ കണ്ടിട്ടുണ്ടായിരുന്ന പോലത്തെ ഒരു അടിപൊളി, ഒരു ക്യൂട്ട് എന്നൊന്നും പറയാൻ പറ്റില്ല, അടിപൊളി ക്ലാസി ആയിട്ടുള്ളൊരു റിസോർട്ടായിരുന്നു കേട്ടോ. അപ്പം നമ്മുടെ ലാസ്റ്റ് ഡേയിലെ ട്രാവൽ ചെയ്ത് എല്ലാ ക്ഷീണവും ഉറങ്ങി നമ്മൾ തീർത്ത് ഫുൾ എനർജി ആയിട്ട് റീചാർജ് ചെയ്ത് നെക്സ്റ്റ് ഡേ നമ്മളിതായി എണീറ്റിട്ടുണ്ട്. ഫുഡൊക്കെ കഴിച്ച് നമ്മൾ ഫുൾ ആ റിസോർട്ട് അടിപൊളിയായിരുന്നു കേട്ടോ. രാവിലെയാണ് ഇനിയും അതിൻ്റെ ബ്യൂട്ടി നമുക്ക് മനസ്സിലായത്. ഒരുപാട് ഏരിയ ഉണ്ടായിരുന്നു നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടി. പക്ഷെ നമ്മളൊരു ഷോർട്ട് ടൈമാണ് സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നതുകൊണ്ട് അധികം നമുക്കത് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റിയില്ല. പക്ഷെ അടിപൊളി ഗാർഡൻ ആട്ടോ അവർ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള, നല്ല സൂപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള ഒരുപാട് ഫ്ലവേഴ്സ് ഉള്ള ഒരു സൂപ്പർ ഗാർഡൻ തന്നെയായിരുന്നു. ആൻഡ് ഓൾസോ സ്പെസിഫിക് ആയിട്ട് എല്ലാത്തിനും വേറെ വേറെ ഏരിയാസും ഗെയിം കളിക്കാനുള്ള സ്ഥലങ്ങളും ഓരോ ഫുട്ബോൾ കോർട്സ് എല്ലാം അടങ്ങിയിട്ടുള്ളൊരു അടിപൊളി പ്രോപ്പർട്ടി ആയിരുന്നു അത്. അങ്ങനെ ഒരു സ്ലോ മോർണിംഗ് എല്ലാം എൻജോയ് ചെയ്തിട്ട് നമ്മൾ നമ്മുടെ സൈറ്റ് സീയിങ്ങിന് ഇറങ്ങിയിരിക്കുകയാണ്. നമ്മളിനി കുറച്ച് പ്രധാനപ്പെട്ട നമ്മുടെ ലിസ്റ്റിലുള്ള കുറച്ച് സ്ഥലങ്ങളൊന്ന് കവർ ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അപ്പം നമ്മളാണ് ഈ ഒരു കുതിരച്ചേട്ടനെ കണ്ടത്. ഈ ചേട്ടൻ വണ്ടിക്കൊക്കെ സൈഡ് കൊടുക്കുന്ന നല്ല അടിപൊളി, ഭയങ്കര ഒരു സിനിമാറ്റിക് ആയിരുന്നു. നമ്മളോടിങ്ങനെ പൊക്കോ എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു സ്റ്റൈലായിരുന്നു. അങ്ങനെ നമ്മൾ എത്തിയിരിക്കുന്നത് ദ വെരി ഫേമസ് ഗുണ കേവിലാണ്. ഗുണ കേവിൻ്റെ ഒരു സൈഡിലെ വ്യൂ, അതായത് ആ ഒരു അത്രയും വലിയൊരു ടോപ്പിലോട്ട് നമ്മളെ ഫിലിമിലൊക്കെ കാണിക്കുന്നുണ്ട് ഈ ഒരു സ്ഥലം. അപ്പോൾ ഈ ഒരു വ്യൂ ഞാനും ഫസ്റ്റ് ടൈം ആട്ടോ ഇവിടെ വരുന്നത്. മറ്റേ ഗുഹ ആ ഒരു സ്ഥലത്തോട്ട് പോയിട്ടുണ്ട്. ഗുഹയല്ല, ആ ഒരു നോർമലി ഗുണ കേവ് എന്ന് പറഞ്ഞ സ്ഥലത്ത് പോയിട്ടുണ്ട്. ഈ ഒരു വ്യൂ പോയിന്റിൽ, ഗുണ കേവിൻ്റെ ഈ ഒരു സൈഡ് വ്യൂ പോയിന്റിൽ ഞാൻ ആദ്യമായിട്ടാണ് വരുന്നത്. അപ്പം ഇതും അടിപൊളിയായിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് ഒരു 1 കിലോമീറ്റർ അപ്പുറത്താണ് നമ്മൾ യൂഷ്വലി പോകുന്ന ആ ഒരു ഗുണ കേവിൻ്റെ സെറ്റപ്പ്. ഇവിടെ വന്നപ്പോൾ തൊട്ട് മഞ്ഞമ്മൽ വോയിസിൻ്റെ ഫുൾ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കാണ് മനസ്സിൽ ഫുള്ളും. നമ്മൾ ഉള്ളിൽ കൂടെ നടക്കുമ്പോഴും ഒക്കെ നമുക്ക് ആ ഒരു ഫീലാണ്. ഇപ്പം ഈ ഒരു സ്ഥലമൊക്കെ നമ്മൾ ഫിലിമിൽ കൂടെ വീണ്ടും കണ്ടിട്ട് അത് കഴിഞ്ഞിട്ട് ഞാനിപ്പോഴാണ് ഈ സ്ഥലത്ത് വരുന്നത്. അപ്പം ശരിക്കും ആ ഫിലിം കണ്ടപ്പോൾ സ്ഥലം, അത് ഇവിടെ അല്ലായിരുന്നു, അങ്ങനെ ഫുൾ റെഫറൻസ് ആയിരുന്നു നമുക്ക് എല്ലാവർക്കും. അപ്പം നമ്മളിതാ ഗുണ കേവിലെത്തി. ഇനിയൊന്ന് ഗുണ കേവ് ചുറ്റിക്കറങ്ങി കാണാം.
അപ്പോൾ ഈ ഗുണ കേവിൽ ഞാൻ ലാസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നത് എൻ്റെ കോളേജിൽ നിന്നാണ്. കോളേജ് ടൈം, കൊച്ചിൻ കോളേജിൽ നിന്ന് എൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെയാണ് ഞാനിവിടെ വന്നിട്ടുണ്ടായിരുന്നത്, കോളേജ് ട്രിപ്പായിട്ട്. അപ്പോൾ എനിക്ക് ആ ഒരു മെമ്മറീസും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. ഇവിടെ വന്നപ്പോഴേക്കും നമ്മൾ അവിടെ ഇരുന്ന് ഫോട്ടോ എടുത്തു, ഇവിടെ ഇരുന്ന് ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഫുൾ റെഫറൻസ് ആയിരുന്നു എനിക്ക് ഈ സ്ഥലത്ത് വന്നപ്പോഴേക്കും. അപ്പം പിന്നെ ആ ഫോട്ടോസൊക്കെ എടുത്ത് നോക്കി, ഭയങ്കര ഒരു മെമ്മറീസൊക്കെ ആയിരുന്നു അപ്പോൾ. പിന്നെ ആൻഡ് ഓൾസോ ഫിലിം, നമ്മൾ ആ ഒരു കമ്പാരിസണും ഫിലിം ഇവിടെ അല്ലായിരുന്നു, ഇവിടെയല്ലേ അവർ നിന്നത്, ഇവിടെയല്ലേ അവർ ഇരുന്നത്, അങ്ങനത്തെ ഫുൾ ചർച്ചകളായിരുന്നു. അപ്പോൾ നമ്മളും കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട്. പിന്നെ എനിക്ക് ഒരു മിസ്സായിട്ടുള്ള പോലെ അന്നേരം തോന്നിയത്, ലാസ്റ്റ് ടൈം ഞാനിവിടെ വരുമ്പോൾ ഫുൾ ഫോഗി ആയിരുന്നു ഈ സ്ഥലം. അങ്ങോട്ടും ഇങ്ങോട്ടും കാണാൻ പറ്റാത്തത്ര തരം ഫുൾ ഫോഗി ആയിട്ടായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. പക്ഷെ ഇപ്പോൾ ഇവിടെ അത്ര ഫോഗിയല്ല, എന്നാലും ദൂരെ നമുക്ക് ഫോഗി ആയിട്ട് കാണുന്നുണ്ട്. അപ്പം അത്യാവശ്യം നല്ലൊരു ക്ലിയർ ആയിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു ആ ഒരു ടൈമിൽ, നമ്മളെത്തിയ ആ ഒരു ടൈമിൽ. ഇവിടെ ഇപ്പോൾ അത്യാവശ്യം നല്ല പോലെ സെക്യൂരിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. മറ്റേ സാധാരണ ആൾക്കാർ ചാടി അപ്പുറം കിടക്കുന്ന ആ ഒരു ഭാഗങ്ങളൊക്കെ അവർ നല്ല രീതിയിൽ ക്ലോസ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഓൾസോ ആ സ്ഥലങ്ങളിലൊക്കെ ഫോറസ്റ്റിൻ്റെ ആൾക്കാരൊക്കെ ഇരിക്കുന്നൊക്കെ ഉണ്ട്. അപ്പം നമ്മൾ ആ ഫിലിം കണ്ടപ്പോഴാണ് അതിൻ്റെ കുറച്ചുകൂടെയുള്ള കാര്യങ്ങളും റിയാലിറ്റിയും അതിൻ്റെ താഴത്തോട്ട് പോകാം എന്നൊക്കെ നമ്മൾ ഫിലിം കണ്ടു കഴിഞ്ഞ് മാത്രം മനസ്സിലാക്കിയ കാര്യമാണ്. അതുകൊണ്ട് നമ്മൾ വീണ്ടും ഇപ്പോൾ അവിടെ വന്ന് കാണുമ്പം അതൊക്കെ കുറച്ച് ക്ലോസ്ലി ഒബ്സർവ് ചെയ്യുമായിരുന്നു. പിന്നെ അതും അല്ലാണ്ട് ബാക്കിയുള്ള കുറേ ഇങ്ങനെ താഴത്തോട്ട് ഗുഹ പോലെയുള്ള സ്ഥലങ്ങളൊക്കെ നല്ലപോലെ സീൽ ചെയ്ത് ക്ലോസ് ചെയ്തൊക്കെ വെച്ചിരിക്കുകയാണ്. അതിൻ്റെ ഉള്ളിൽ നിന്ന് നിറച്ചും പായലും ഇലയൊക്കെ പിടിച്ചിരിക്കുന്നതുകൊണ്ട് നമുക്ക് ആ ഒരു ഗുഹയൊന്നും കാണാൻ പറ്റില്ല, ജസ്റ്റ് ക്ലോസ്ഡ് ആണ്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം അവിടെ ഇങ്ങനെ ഒരു താഴത്തോട്ടുള്ള ഡീപ്പായിട്ടുള്ള സ്ഥലങ്ങളാണ് എന്ന് നമുക്ക് മനസ്സിലാവും. അല്ലാണ്ട് നമുക്ക് അങ്ങ് വരെ അങ്ങനെ ശരിക്കും ഒന്നും കാണാനൊന്നും പറ്റില്ല. ചെറുതായിട്ടൊക്കെ കാണാം, ഇങ്ങനെ നാരോ ആയിട്ട് താഴെ വരെ അതിൻ്റെ ലെങ്ത് ഉണ്ട് നമുക്ക് കാണാൻ പറ്റും. പണ്ട് നമ്മൾ വന്നപ്പോൾ ഈ കാണുന്ന ഒരു ഷെഡിൻ്റെ മേളിൽ നിന്നുള്ളൊരു വ്യൂ പോയിന്റിലൊക്കെ നമുക്ക് കയറി കാണാനായിട്ട് അലൗഡ് ആയിരുന്നു. ഇപ്പോൾ അവിടെ ഒരു ഫോറസ്റ്റിൻ്റെ ആൾ നിൽപ്പുണ്ട്, നമ്മൾ അങ്ങോട്ട് കയറ്റില്ല, അത് ഫുള്ളി ക്ലോസ്ഡ് ആണ്. അതിൻ്റെ റീസൺ എന്താണെന്ന് അറിയില്ല, മേ ബി അത് പഴയതായതുകൊണ്ട് സേഫ് അല്ലാത്തത് കൊണ്ടും കയറ്റാത്തതായിരിക്കും. ഇപ്പോൾ നമുക്ക് അവിടെ നിന്നിട്ട് ആ ഒരു കമ്പി ഇട്ടിരിക്കുന്ന അവിടെ നിന്നാണ് നമ്മൾ ഈ ഒരു വ്യൂ നമുക്ക് കാണാൻ പറ്റുന്നത്. കാരണം ഇപ്പോൾ നിങ്ങൾ കാണുന്ന പോലെ ഇങ്ങനെ ആ ഒരു ഡെവിൾസ് കിച്ചൺ പുകയൊക്കെ വരുന്നുണ്ട്. എന്താണ് ആ ഒരു സിനിമയെ കാണത്തില്ലേ, ആ ഒരു ഗുഹേൻ്റെ അകത്തുനിന്ന് ഫുള്ളിങ്ങനെ പുക വരുന്നത്, അവിടെ നിന്ന് വരുന്ന ആ ഒരു ഫോഗ് പോലത്തെ സംഭവമാണ് അതിങ്ങനെ കണ്ടിന്യൂസ്. ഞാനവിടെ ചെല്ലുമ്പോൾ നല്ല ക്ലിയർ ആയിരുന്നു. എനിക്ക് ആക്ച്വലി ആ ഒരു മലകളപ്പുറത്തുള്ള മലകളൊക്കെ കാണാമായിരുന്നു. പിന്നെ അങ്ങോട്ട് ആ ഒരു ഫോഗ് അങ്ങ് വരാൻ തുടങ്ങിയിട്ട് അതങ്ങ് കൂടി വന്നു. അപ്പം എക്സാക്ട്ലി ആ നെയിം അങ്ങ് കറക്റ്റായി, ഇറ്റ് ഇസ് ഡെവിൾസ് കിച്ചൺ. അപ്പോൾ അതിങ്ങനെ കൂടി പിന്നെ നമുക്ക് ഒന്നും കാണാൻ പറ്റാത്തൊരു വ്യൂ ആയി അവിടെ. ഈ നടപ്പിൽ അമ്മ കുറച്ച് ടയേർഡായെങ്കിലും പപ്പ ഒട്ടും ടയേർഡായിട്ടില്ല. എന്നേക്കാളും സ്പീഡിലാണ് ഓടിച്ചാടി എല്ലായിടത്തും പൊക്കോണ്ടിരുന്നത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാനും ഭയങ്കര ഹാപ്പി ആയിരുന്നു. അങ്ങനെ ഞങ്ങളിതാ അടുത്ത സ്ഥലത്തോട്ട് പോവുകയാണ്. അപ്പം നമ്മൾ ഗുണ കേവ് കഴിഞ്ഞു.
അങ്ങനെ നമ്മൾ അടുത്ത് തന്നെ ഒരു പൈൻ ഫോറസ്റ്റ്, എല്ലാം അടുത്ത് തന്നെ നമുക്ക് കുറേ സ്പോട്ട്സ് കിട്ടും ആ ഒരു ഏരിയയിലോട്ട് നമ്മൾ ട്രാവൽ ചെയ്ത് കഴിഞ്ഞാൽ. അപ്പോൾ ഇതൊരു പൈൻ വാലിയാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു പൈൻ വാലിയിൽ പോയിട്ട് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു. കുറച്ച് നേരം അവിടെ ഇങ്ങനെ ഇരിക്കാനും, പിന്നെ ഇങ്ങനെ പൈൻ ഫോറസ്റ്റിൽ പോയി കഴിഞ്ഞാൽ ഒബ്വിയസ്ലി നമ്മൾ ചെയ്യുന്നൊരു കാര്യമാണ് ആ പൈനിൻ്റെ കോൺസ് ഒക്കെ താഴെ വീണ് കിടക്കുന്നത്, ഫ്ലവർ പോലെ ആയിട്ടുള്ളത് ഓടി നടന്ന് നമ്മൾ പെറുക്കുമായിരുന്നു. ഞാനും അമ്മയും ഒരുപാട് കളക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് എവിടെ പോയാലും എന്താണെന്നറിയില്ല, അറ്റ്ലീസ്റ്റ് വൺ എടുത്തില്ലെങ്കിൽ ഒരു സമാധാനമില്ല. പിന്നെ അതിൻ്റെ ഉള്ളിൽ കൂടെ ഇതുപോലെ കുതിര സവാരിയൊക്കെ ഉണ്ടായിരുന്നു. അതിന് നമ്മളാരും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അത് അവിടെ ജസ്റ്റ് ഒരു കുറച്ച് ദൂരം അവരിങ്ങനെ ഇട്ട് കറക്കുന്നുണ്ടായിരുന്നു. നമ്മൾ നേരത്തെ റോട്ടിൽ കണ്ട കുതിരച്ചേട്ടനായിരുന്നു കേട്ടോ. അത് നമ്മൾ വേറെ ഏതോ ഒരു സ്ഥലത്ത് വെച്ചായിരുന്നു അയാളെ കണ്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അയാൾ ഇവിടെയുള്ള, ഇപ്പം നിങ്ങൾ നോക്കിയാൽ കാണാൻ പറ്റും മേളിൽ നിന്ന് ആ ഒരു എന്താ പറയുക, ഫോഗ് വരുന്നത് അതിങ്ങനെ പതുക്കെ വന്ന് മേളിൽ കൂടെ വന്നിട്ട് താഴത്തോട്ട് ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ആ പൈനിൻ്റെ ഇടയിൽ കൂടെ എല്ലാം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ ഒരു നല്ല ബ്യൂട്ടിഫുള്ളായിരുന്നു. അതെനിക്ക് എത്രത്തോളം വീഡിയോയിൽ അങ്ങനെ മനസ്സിലാവുമെന്ന് അറിയില്ല, പക്ഷേ ഇങ്ങനെ മേളിൽ നിന്ന് ഇങ്ങനെ താഴത്തോട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ നമ്മൾ കുറച്ച് സ്ഥലങ്ങളൊക്കെ അങ്ങനെ കവർ ചെയ്ത് ഒരുപാട് വ്യൂ പോയിൻറ്റ്സ് ഒക്കെ കണ്ടു. ചില വ്യൂ പോയിൻറ്റ്സിലൊന്നും നമ്മൾ ഇറങ്ങിയില്ല, ജസ്റ്റ് നിർത്തിയിട്ട് എന്താണെന്ന് ജസ്റ്റ് നോക്കിയിട്ട്. ചില വ്യൂ പോയിൻറ്റ് പോയി നമുക്കൊന്നും കാണാൻ പറ്റില്ല, അത്രയധികം ഫോഗി ആയിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം നല്ല തണുപ്പൊക്കെ ഉണ്ടായിരുന്നു. കാരണം ചിലതൊക്കെ നമ്മൾ സ്കിപ്പ് ചെയ്തിട്ട് ഗാർഡ് സെക്ഷൻ ഇറങ്ങാമെന്ന് തീരുമാനിച്ചു. അപ്പോൾ കൊടൈക്കനാലിലൂടെ നമ്മൾ ബൈ പറഞ്ഞ് തിരിച്ചിറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ അങ്ങോട്ട് പോകുമ്പോൾ, അതായത് നമ്മൾ കൊടൈക്കനാലോട്ട് പോകുന്ന വഴിയല്ല തിരിച്ചിറങ്ങുന്നതെന്ന് എനിക്ക് തോന്നി. അത് എത്രത്തോളം ശരിയാണെന്ന് എനിക്കറിയില്ല. എനിക്ക് പ്ലേസസ് എല്ലാം ഡിഫറെൻ്റ് ആയിട്ടാണ് ഫീൽ ചെയ്തത്. മേ ബി അതിങ്ങനെ കറങ്ങി അങ്ങോട്ട് എത്താനുള്ള ആ ഒരു സ്ഥലം വേറെ ആയിരിക്കും, അതുകൊണ്ടായിരിക്കും. എന്തായാലും പുതിയ വ്യൂകളായിരുന്നു. ഒരുപാട് പൈൻ ഫോറസ്റ്റും യുക്കാലിപ്സിൻ്റെയും ഒക്കെ കണ്ടിട്ട് നമ്മൾ അങ്ങനെ കൊടൈക്കനാലിൽ നിന്ന് ഇറങ്ങുവാണ്. പിന്നെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ ഇപ്പോൾ കൈ കാണിച്ച ആൾക്കാർ തന്നെ, കൊടൈക്കനാലിലോട്ട് പോകുന്നെങ്കിൽ നേരത്തെ ഉണ്ടായിരുന്ന റൂൾസ് ഒന്നും അല്ല കേട്ടോ ഇപ്പോൾ ഉള്ളത്. ഇപ്പം നമ്മളൊരു ടിക്കറ്റ് എടുത്താൽ മാത്രമേ നമുക്ക് കൊടൈക്കനാലിൽ എൻട്രി ഉള്ളൂ. അപ്പം നമുക്കത് നേരത്തെ തന്നെ ഓൺലൈനായിട്ട് എടുത്തിട്ട് പോകാം. അല്ലെങ്കിൽ നമ്മൾ കൊടൈക്കനാലിലോട്ട് കയറുന്നതിന് മുമ്പ് ഗാർഡ് സെക്ഷൻ്റെ താഴേന്ന് തന്നെ അവരുടെ ഒരു ഫോറസ്റ്റ് ഓഫീസ് ഉണ്ട്, അവിടെ നമ്മൾ നിർത്തി. അവർ നമ്മളെ വിടത്തില്ല. അവിടെ ഒരു സ്കാനറുണ്ട്, അതിൽ നമുക്ക് ഓൺലൈനായിട്ട് ചെയ്യേണ്ടി വരും. പിന്നെ ഒരു പൈസയും വാങ്ങിയായിരുന്നു നമ്മുടെ അടുത്ത് നിന്ന്. അത് അലൗഡ് ആണെന്ന് എനിക്ക് തോന്നുന്നില്ല, ഒരു ബില്ലും കാര്യങ്ങളൊന്നും തന്നില്ല. അവർ പൈസ വാങ്ങി. ആൻഡ് ഓൾസോ നമുക്കൊരു അബദ്ധവും പറ്റി. അപ്പോൾ അതാണ് ഈ ട്രിപ്പിൻ്റെ ഒരു ഇൻഫർമേഷൻ എന്ന് പറയുന്നത്. കുറേ പ്ലാസ്റ്റിക് ബോട്ടിൽസ് നമ്മൾ കൊണ്ടുപോകാനായിട്ട് അലൗഡ് അല്ലായിരുന്നു. 5 ലിറ്ററിൻ്റെ സിംഗിൾ ക്യാൻ മാത്രമാണ് അലൗഡ് ഉണ്ടായിരുന്നത്. അപ്പം ആ ഒരു കാര്യം അവർ നമ്മളെ ഇൻഫോം ചെയ്തില്ല. ഇത് നമ്മൾ മേളിൽ കയറി ചെന്നപ്പോൾ നമുക്ക് പണി കിട്ടി, നമ്മൾ ഫൈൻ അടയ്ക്കേണ്ടി വന്നു. അപ്പോൾ പോകുന്നവരിതൊന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ hope you guys enjoyed Kodaikanal trip. See you next vlog. Bye bye.